പത്തനംതിട്ടയിലേക്ക് ആദ്യം തന്നെ പോകേണ്ടതുണ്ട്. അവിടെ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട് പത്തനംതിട്ടയിൽ. അവിടെ മൂഴിയാർ ഡാം അല്പസമയത്തിനകം തന്നെ തുറക്കും. ഡാമിലെ ജലനിരപ്പ് 190 അടിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കക്കട്ടയാറിന്റെയും പമ്പാ നദിയുടെയും തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആറന്മുളയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ശബരിമല വനമേഖലയിലും കനത്ത മഴയുണ്ട്. ഡാം തുറക്കുന്നത് സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മന്ത്രി PC വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ഇപ്പോൾ ചേരുന്നു. കൊല്ലത്തുനിന്ന് ആലപ്പുഴയിൽ നിന്നുമൊക്കെ മത്സ്യത്തൊഴിലാളികളെ പത്തനംതിട്ടയിലേക്ക് എത്തിക്കുമെന്ന് മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ മൂഴിയാർ ഡാമിൽ എൻ്റെ FRL 192 190 ഇന്നലെ രാത്രി തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിതീവ്ര മഴയുടെ സാധ്യത പത്തനംതിട്ട ജില്ലയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീരത്തുനിന്നുള്ള ആളുകൾ മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലോക്കൽ ബോഡിയോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ മൂഴിയാറിൻ്റെ കാര്യത്തിൽ അവർ KSEB കളക്ടറോട് പെർമിഷൻ ചോദിച്ചു. 190 192 ആയാൽ അവർക്ക് തുറക്കേണ്ടി വരും. അപ്പോൾ കളക്ടർ അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 192 അടി ആകുമ്പോഴേക്കും മൂഴിയാർ ഡാമിലെ ഷട്ടർ തുറക്കും. അപ്പോൾ അത് ഇപ്പോൾ റാന്നിയിൽ അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, മറ്റു സ്ഥലങ്ങളിലും അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ മാധ്യമങ്ങളിൽ കൂടിയും അറിയിച്ചിട്ടുണ്ട്. ഈ മൂഴിയാർ തുറക്കുമ്പം സ്വാഭാവികമായും ഏതൊക്കെ പ്രദേശങ്ങളിൽ വെള്ളം കയറാനാണ് സാധ്യത? പമ്പാ നദിയിൽ അവർ പറയുന്ന കണക്കാണ് 20 സെൻറ്റിമീറ്റർ എങ്കിലും വെള്ളം ഉയരും എന്നുള്ളതാണ്. നമ്മൾ നിലവിൽ തന്നെ ഇപ്പം റാന്നിയും അപ്പുറത്തും പെയ്യുന്ന മഴ വെള്ളം ഒഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ ജലനിരപ്പ് ഉയരും. അത് ഈ ആറന്മുള, കോഴഞ്ചേരി, ആറന്മുള, ചെങ്ങന്നൂർ, തിരുവല്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കുറച്ച് ജലനിരപ്പ് ഉയരും. അത് നമ്മളൊന്ന് കരുതിയിരിക്കണം. ഭയക്കണ്ട, പക്ഷെ ആശങ്കപ്പെടേണ്ട. നമ്മൾ കരുതി അത്രയും ജാഗ്രതയോടുകൂടി വർക്ക് ചെയ്യണം. പാനിക്കാവണമെന്നല്ല പറയുന്നത്, പക്ഷേ ഇത് നമ്മളൊരു കരുതൽ കൂടുതലായിട്ട് വേണം. അപ്പോൾ അതാണ് മന്ത്രി PC വിശ്വനാഥ് പറയുന്ന കാര്യങ്ങൾ. റഹീസ് റഷീദിലേക്ക് നമുക്കൊന്ന് പോകാം. റഹീസ്, ഇന്നലെ വൈകുന്നേരം തന്നെ മന്ത്രി PC വിശ്വനാഥ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പത്തനംതിട്ട ജില്ലയിലുള്ള ആളുകൾ ഏറെ ശ്രദ്ധിക്കേണ്ട മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. അതിശക്തമായ മഴയും മിന്നൽ പ്രളയവും ഒക്കെ പ്രതീക്ഷിക്കണം എന്നുള്ളത്. ഇപ്പോൾ എന്താണ് പത്തനംതിട്ടയിലെ ഒരു സാഹചര്യം? ശക്തമായ മഴ തുടരുകയാണോ? എന്തൊക്കെ തീരുമാനങ്ങളാണ് യോഗത്തിൽ എടുത്തിട്ടുള്ളത്? ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് റഹീസ്? ഷിഹാസ്, ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് മന്ത്രി പറയുമ്പോഴും കരുതിയിരിക്കണം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ് പത്തനംതിട്ടയിലെ പൊതുവായി കാണാൻ പറ്റുന്നത്. ഒന്ന്, ആറന്മുളയിൽ, റാന്നിയിലുമൊക്കെ ഇന്നലെ രാത്രി മുഴുവൻ മഴ പെയ്തിട്ടുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോഴും മഴയുണ്ട്. കുറച്ച് മഴയുടെ ശക്തി കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പമ്പ ആറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആറന്മുളയിലും മറ്റും വെള്ളം കയറുന്നതിന് പ്രധാനപ്പെട്ട കാരണം വനമേഖലയിൽ, ശബരിമല വനമേഖലയിൽ പെയ്യുന്ന മഴയാണ് ഒരു കാരണം. ഇന്നലെ രാത്രി മുഴുവൻ ശക്തമായ മഴ ശബരിമല വനമേഖലയിലുണ്ട്. അത് പമ്പയിലുണ്ട്, സീതത്തോറിലുണ്ട്, ചിറ്റാറിലുണ്ട്, ഗവി അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ട്. ആ മഴ വെള്ളം പമ്പയാറ്റിലേക്ക് വരുന്നതോടുകൂടി ഇന്നലത്തേക്കാൾ വെള്ളത്തിൻ്റെ ഒരു ക്രമാതീതമായി പമ്പയാറ്റിൽ ഉയരുന്ന കാഴ്ചയാണ് രാവിലെ നമ്മൾ കാണുന്നത്. അതിനിടയിലാണ് മൂഴിയാർ ഡാം കൂടി തുറക്കാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തത്. KSEBയുടെ നിയന്ത്രണത്തിലുള്ളതാണ് മൂഴിയാർ ഡാം. അവിടെ 190 അടിയാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ്. 192 അടിയിലേക്ക് ഏത് നിമിഷവും വരാം എന്നാണ് KSEB കരുതുന്നത്. അത് പരമാവധി സംഭരണ ശേഷിയാണ്. അത് കഴിഞ്ഞാൽ മൂഴിയാർ ഡാം തുറക്കേണ്ടി വരും എന്ന് KSEB ജില്ലാ കളക്ടറെ അറിയിക്കുകയും ടെക്നിക്കലായിട്ടുള്ള അനുമതി വാങ്ങുകയും ചെയ്തു. അത് തുറക്കും എന്നറിയിച്ച് റാന്നി പ്രദേശങ്ങളിൽ അനൗൺസ്മെന്റ് പോലീസ് വാഹനങ്ങളിൽ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂറായി ചെയ്യുന്നുണ്ട്. ആറന്മുള ഭാഗത്തേക്ക് പോലീസ് വാഹനത്തിൽ തന്നെ അനൗൺസ്മെന്റ് ചെയ്യാനുള്ള നിർദ്ദേശം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും വഞ്ചിയിൽ വഞ്ചി അവരുടെ ബോട്ടുകളുമായും വരാൻ മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് 8 ബോട്ടുകൾ ഉടൻ തന്നെ പുറപ്പെടും. ആലപ്പുഴയിൽ നിന്ന് 2 ബോട്ടും തിരുവനന്തപുരത്ത് നിന്ന് 2 ബോട്ടും ഉടൻ ഇവിടെ എത്തും. ആ യുദ്ധസമാനമായ ഒരു സാഹചര്യം മുൻകൂട്ടിൽ കണ്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതല്ലാതെ അത് ഈ മുൻകരുതൽ കണ്ട് പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുമുണ്ട്. ഒപ്പം കോഴഞ്ചേരി റെസ്റ്റ് ഹൗസാണ് ഒരു
മന്ത്രിയുടെ ഒരു ക്യാമ്പ് സെൻ്ററായിട്ട് ഉള്ളത്. അവിടെ ഇപ്പോഴും യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള യോഗങ്ങൾ ഏതാണ്ട് പുലർച്ചെ മുതൽ യോഗങ്ങൾ നടന്നുകൊണ്ട് കൂടി ഇരിക്കുന്നു. നമ്മൾ രാവിലെ ഇന്നലെ വെള്ളം കയറിയ പല പ്രദേശങ്ങളും രാവിലെ നമ്മളൊന്ന് പോയി നോക്കിയിരുന്നു. രാവിലെ പോയി നോക്കിയപ്പോൾ റോഡിൽ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നും ഒരു 10 മിനിറ്റ് പ്രധാനപ്പെട്ട വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ റോഡിൽ നിന്ന് മാത്രമാണ് വെള്ളം ഇറങ്ങിയിരിക്കുന്നത്. റോഡ് ഒപ്പത്തിൽ വെള്ളം ഇന്നലെ ഉള്ള പോലെ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കാണുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ള ആശങ്കയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. സാധാരണഗതിയിൽ തന്നെ മൂഴിയാർ ഡാം തുറക്കുമ്പോൾ പമ്പയാറ് കരകവിഞ്ഞൊഴുകി വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം മുൻകാലങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി പമ്പയാറ് ഇന്നലെ കവിഞ്ഞൊഴുകി ഈ പ്രദേശത്തൊക്കെ വെള്ളം നിൽക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ പുറത്തേക്കാണ് മൂഴിയാർ ഡാം തുറക്കുമ്പോഴുള്ള വെള്ളം വരിക എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി ഒരു കാര്യം പറഞ്ഞു, വീടിൻ്റെ മിക്ക സ്ഥലങ്ങളിലും ഗ്രൗണ്ട് ഫ്ലോർ വെള്ളത്തിനടിയിലായെങ്കിലും ഫസ്റ്റ് ഫ്ലോറിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. ആ ആളുകൾ അടിയന്തരമായി മാറണം, പോലീസ് ഇടപെടലൊന്നുമില്ലാതെ മാറണം എന്ന ഒരു അഭ്യർത്ഥന കൂടി മന്ത്രി നടത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ വെള്ളം വരവ് നിൽക്കണം എന്നില്ല. അങ്ങനെ വന്നാൽ 2ാം നിലയിലൊക്കെ നിൽക്കുന്ന ആളുകളെ റെസ്ക്യൂ ചെയ്യാനുള്ള അത്ര സംവിധാനങ്ങൾ, കാരണം ഒരു മണിക്കൂറൊക്കെ ബോട്ടിൽ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് 2ാം നിലയിൽ ആളുകളെ നമ്മൾ കണ്ടത്. ആ തരത്തിൽ ആളുകളെ പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ മന്ത്രി എടുത്തു പറഞ്ഞ ഒരു കാര്യം, അഭിമാന പ്രശ്നം ക്യാമ്പിൽ കഴിയുന്നത് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ അവരവരുടെ മതസ്ഥാപനങ്ങൾ, ഇപ്പോൾ ചർച്ചുകൾ, ക്ഷേത്രങ്ങൾ, മസ്ജിദുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്കോ മാറണം എന്നൊരു അഭ്യർത്ഥന കൂടി നടത്തിയിട്ടുണ്ട്. എന്തായാലും കോഴഞ്ചേരി റെസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് PC വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെയുണ്ട്, അബിൻ വർക്കി അടക്കമുള്ള MLA-മാരും ഉണ്ട്. ഏത് നിമിഷവും മൂഴിയാർ തുറന്നു വിടാം എന്ന സാഹചര്യമുള്ളതുകൊണ്ട് പമ്പയാറിൻ്റെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം. ശരി, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. മൂഴിയാർ ഡാം